നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായം 10-ാം വചനം പറയുന്നത് പോലെ നമ്മുടെ ദൈവത്തിന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു, നാം ഭൂമിയിൽ വാഴും. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, നമ്മുടെ ദൈവത്തിന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു, നാം ഭൂമിയിൽ വാഴും. ഹല്ലേലൂയ. ഈ പ്രത്യാശയോട് വേണം നമുക്കായിരിക്കാൻ. ഓർത്തുകൊള്ളണം ദൈവത്തിന്റെ മക്കളെ, ഇന്ന് നമ്മൾ ഒരുപാട് വേദനയും കഷ്ടതകളും മാനസികമായ പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ്. നമ്മളിൽ പലരും രോഗികളാണ്, നമ്മളിൽ പലരും ബലഹീനരാണ്, നമ്മളിൽ പലരും വിവിധ നിലകളിൽ കുടുംബത്തിനകത്ത് പ്രയാസം അനുഭവിക്കുന്നവരാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് നമുക്ക് പ്രത്യാശ നൽകിയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളെ ശക്തീകരിക്കുമെന്ന് നമ്മുടെ അരുമനാഥനായ യേശു കർത്താവ് വിളിച്ചു പറയാനിടയായി. ലോകം തരുന്നത് പോലെ ഒരു സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് വ്യക്തമായി കർത്താവ് നമ്മോട് സംസാരിക്കാനിടയായി. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ വചനങ്ങൾ നമ്മൾ ഓർമ്മയിൽ ഇരിക്കണം. യേശു കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകും, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നിമിത്തം നിങ്ങൾ ഫലപ്രദരാകും. എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നിമിത്തം നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളെ തള്ളിക്കളയും. നിങ്ങളുടെ ദേശം, നിങ്ങളുടെ ഗ്രാമം, എന്ത് വന്നാലും നിങ്ങളുടെ രാജ്യം പോലും നിങ്ങളെ തള്ളിക്കളയും എന്ന് തിരുവഴുത്തിനെ വിളിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമം ശ്രേഷ്ഠ നാമമായതുകൊണ്ട് ആ നാമത്തിൽ നമ്മൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും തീരുമാനവും നിമിത്തം സ്വർഗത്തിലെ ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് വിശ്വാസ കണ്ണാൽ നാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടയാകണം. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ മാത്രമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമിയിലുള്ള നമ്മുടെ അല്പകാലത്തെ കഷ്ടതകൾ, അല്പകാലത്തെ വേദനകൾ, അല്പകാലത്തെ മാനസിക സംഘർഷങ്ങൾ സാരമില്ല എന്ന് പൗലോസിനോട് ചേർന്ന് നിന്ന് പറയാൻ നമുക്ക് കഴിയണം. ഈ ലോകത്തിൽ മനുഷ്യനാണോ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച് മതിയാക്കികൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന സൃഷ്ടായുസ് ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിന് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇടയാക്കണം. കാരണം തിരുവെടുത്ത് പഠിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഭൂമിയിൽ തന്നെ നാം രൂപാന്തരപ്പെട്ട് ദൈവത്തോടു കൂടെ ഈ ഭൂമിയിൽ വാഴും, രാജാക്കന്മാരായി പുരോഹിതന്മാരായി വാഴുമെന്നാണ് ഈ വെളിപ്പാട് പുസ്തകം 5:10 നമ്മൾ വായിക്കാൻ ഇടയാകണം. തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയെന്നാണ് വചനം പറയുന്നത്. അപ്പൊ ദൈവം വില കൊടുത്ത് നമ്മളെ വാങ്ങിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മളെ ദൈവം വിലയ്ക്ക് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം നമുക്ക് രാജ്യം തരാൻ പോകുകയാണ്, രാജ്യങ്ങൾ തരാൻ പോകുകയാണ്, പുരോഹിതന്മാരാക്കി മാറ്റാൻ പോകുകയാണ്, അമ്മേ രാജാക്കന്മാരാക്കി മാറ്റാൻ പോകുകയാണ് എന്ന് ഈ തിരുവെടുത്ത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ കുറിച്ചാണ് ഈ തിരുവെടുത്ത് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലും രാജകീയമായി ആത്മീയ നേതാക്കളായി വാഴുകയും സേവിക്കുകയും ചെയ്യുമെന്ന് ഈ തിരുവെടുത്ത് വിളിച്ചു പറയുക. അതുകൊണ്ട് സഭയുടെ ഉൽപ്രാപണം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സഭയുടെ ഉൽപ്രാപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല ജനത്തെ കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. അതിൽ ദൈവത്തിന്റെ തിരുസഭ എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അന്നു മുതൽ ആരംഭിച്ച തിരുസഭ എണ്ണത്തിൽ പെരുകുവാനിടയായി, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അത് വ്യാപിക്കാനിടയായി. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി, അതുപോലെ ആടുകളെ നയിക്കുന്ന ഇടയന്മാരാക്കി ദൈവം 5 തല ഔദ്യോഗിക സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൈവത്തിന്റെ അഭിഷിക്തന്മാരാൽ ഒരു വലിയ സഭ ഇവിടെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഈ തിരുസഭയെ എടുക്കുവാൻ നമ്മുടെ തിരുനാഥൻ, നമ്മുടെ അരുമനാഥൻ യേശു കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്.
അതാണ് 1 തെസ്സലോനിക്ക ലേഖനം 4:16 മുതലുള്ള വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനിടയാകും. പിന്നീടുള്ള കഷ്ടകാലം എന്ന് പറയുന്ന 7 വർഷം അന്തിക്രിസ്തുവിന്റെ ഭരണം, ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സമയമാണ്. അതിന്റെ ഭയാനകതയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ദൈവം സഹായിച്ചില്ല, പിന്നീട് നമ്മൾ പഠിക്കും. ഓക്കെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മള് നിസാരക്കാരല്ല, നമ്മൾ ദൈവത്തിന്റെ ശ്രേഷ്ഠ ജനമാണ്. ഇതിൽ നമുക്ക് അഭിമാനം കൊള്ളാൻ കഴിയണം. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നമ്മൾ അഭിമാനിക്കണം, ഞാൻ ഒരു ദൈവ പൈതലായി മാറി എന്നുള്ളത്, ഞാൻ ദൈവത്തിന്റെ മകനും മകളുമായി മാറി എന്നതിൽ നമ്മൾ എല്ലാവരും അഭിമാനത്തോടു കൂടെ നിൽക്കണം. ആരൊക്കെ നമ്മളെ നിന്ദിച്ചാലും പഴിച്ചാലും അപമാനിച്ചാലും നമ്മുടെ ഹൃദയത്തിനകത്ത് യേശു ക്രിസ്തുവിന്റെ സ്നേഹം വളരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമാധാനം നമ്മളിൽ നിലനിൽക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ 1000 ആണ്ട് വർഷം അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഭവം. ഇന്ന് നമ്മുടെ ആയുസ് കൂടി വന്നാൽ നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലരൊക്കെ ചെറുപ്പത്തിലും മരിക്കുന്നു, ചിലർ 40 വയസ്സാകുമ്പോൾ മരിക്കുന്നു, ചിലർ 60 വയസ്സാകുമ്പോഴും മരിക്കുന്നു, ചിലർ 120 വയസ്സൊക്കെ അപൂർവം, വളരെ കുറച്ചു പേരേ ഉള്ളൂ 100 മേലെ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് നൽകുന്ന വർഷം നിർത്തിക്കുക 1000 വർഷം. മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, പരാതിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, അവലാതിയില്ലാത്ത 1000 വർഷം യേശുവിനോടൊപ്പം ഈ ഭൂമിയിൽ വാഴുന്നു എന്ന് പറയുമ്പോൾ ഇന്നുള്ള ദൈവമക്കൾ വളരെ പ്രത്യാശയുള്ളവരായിരിക്കണം. ഒരു നീതിയുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ സ്ഥാപിക്കാൻ പോകുകയാണ്. യേശു നീതിയോടും സത്യത്തോടും കൂടെ ഭരിക്കാൻ പോകുകയാണ്. ഇവിടെ ആഗോളപരമായ ഒരു സമാധാനം ഉണ്ടാകാൻ പോകുകയാണ്. ഇനിയും ഇവിടെ യുദ്ധമുണ്ടാകത്തില്ല. രാഷ്ട്രങ്ങളൊക്കെ വാളുകളെ കൊഴുക്കളായി അടിച്ചു തീർക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രങ്ങൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന യുദ്ധ സാമഗ്രികളെയൊക്കെ എന്ത് ചെയ്യാൻ പോകുകയാണ്? കൃഷിക്ക് ഉപയോഗമാകുന്ന രീതിയിൽ ഉപയോഗ വസ്തുക്കളാക്കി മാറ്റുന്ന ഒരു ശ്രവണത്തിലേക്ക് മാറുന്നു എന്ന് തിരുവഴുത്ത് പഠിക്കുന്നവർക്കറിയാം. മീഖാ പുസ്തകം 4-ാം അധ്യായം 3-ാം വചനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? പ്രകൃതിക്ക് വലിയ മാറ്റം ഉണ്ടാകാൻ പോകുകയാണ്. മൃഗങ്ങൾക്ക്, സകല ചരാചരങ്ങൾക്ക് വലിയ മാറ്റം സംഭവിക്കുന്നു. യെശയ്യാ പുസ്തകം 11-ാം അധ്യായം പഠിക്കണം, 6 മുതൽ 9 വരെ. അതിനോട് ചേർത്ത് റോമാലേഖനം 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ മനുഷ്യന്റെ ദീർഘായുസിനെ കുറിച്ച് പറയുന്നു. മനുഷ്യൻ ദൈർഘ്യം വർദ്ധിക്കുകയാണ്. മനുഷ്യന്റെ ദീർഘായുസ് ഒരിക്കലും കുറയുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ പാപമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ സമാധാനത്തിന്റെ നാളുകളാണ് ഈ 1000 ആണ്ടുകൾ. ഇവിടെ വിശുദ്ധ ആരാധന സ്ഥാപിക്കപ്പെടാൻ പോകുകയാണ്. ഈ സഹസ്രാബ്ദ കാലത്ത് ദൈവം ശക്തമായ ഒരു ആരാധന കേന്ദ്രമാക്കി ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവം മാറ്റാൻ പോകുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വന്ന് ആരാധിക്കാൻ പോകുന്ന സമയം. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയാൻ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. സഹസ്രാബ്ദത്തിൽ 2 കൂട്ടം ആളുകൾ കടന്നു വരാൻ പോകുകയാണ്. ഒന്ന്, ക്രിസ്തുവിനോടൊപ്പം വാഴാൻ സഭായുഗ വിശ്വാസികൾ, മഹത്വീകരിക്കപ്പെട്ട പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ. 7 വർഷം ഹല്ലേലൂയ എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ രക്തസാക്ഷികളായവർ. അങ്ങനെ 3 വിധ ആളുകൾ ക്രിസ്തുവിനോട് കൂടെ വാഴാൻ പോകുകയാണ്. അതുകൂടാതെ കഷ്ടത അതിജീവിച്ചവർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞുവല്ലോ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ, തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല രാജ്യത്തിലുള്ള ജാതികളായ ആളുകൾ, അവർ കഷ്ടത അതിജീവിച്ചവരാണ്. അവർ എതിർ ക്രിസ്തുവിന്റെ വാക്ക് കേൾക്കാതെ, എതിർ ക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ, 666 എന്നുള്ള മുദ്ര ഏൽക്കാതെ വളരെ സഹിഷ്ണുതയോടെ 7 വർഷക്കാലം പിടിച്ചു നിന്നവർ, അവർ ഈ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പക്ഷെ അവർക്കുള്ള പ്രത്യേകത എന്തെന്നറിയാമോ? അവർ ഒരിക്കലും രൂപാന്തരം പ്രാപിക്കുന്നില്ല, മഹത്വീകരിക്കപ്പെട്ട ശരീരം പ്രാപിക്കുന്നില്ല, സ്വർഗീയ ശരീരമായി അവർ മാറുന്നില്ല. അവർ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരായി ജീവിക്കുകയാണ്. അവര് ഭൂമിയിൽ വീണ്ടും എന്ത് ചെയ്യാൻ പോകുകയാണ്? ജനവാസം വർദ്ധിപ്പിക്കുന്ന മർദ്യ മനുഷ്യരായി മാറാൻ പോകുകയാണ്. അതാണ് യെശയ്യാ പുസ്തകം 65-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് 23-ാം വചനവും, അതുപോലെ തന്നെ സക്കറിയ പുസ്തകം 8-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ.
പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, സഹസ്രാബ്ദത്തിന്റെ അവസാനത്തിലാണ് 1000 വർഷം അധോഭാഗത്ത് ബന്ധിക്കപ്പെട്ട സാത്താനെ മോചിപ്പിക്കുന്നത്. 1000 വർഷങ്ങൾക്ക് ശേഷം പിന്നെ സാത്താന് കുറച്ച് സമയമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഒരു വലിയ അന്തിമ കലാപം ഉണ്ടാകാൻ പോകുന്നു. ഗോഗും മാഗോഗും എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വലിയ സംഭവവികാസം അവിടെ നടക്കാൻ പോകുകയാണ്. അവർ യെരുശലേമിനെതിരെ രാഷ്ട്രങ്ങളെ നയിക്കാൻ പോകുന്ന ഒരു വലിയ സമ്പ്രദായമുണ്ട്. പിന്നീട് നമുക്കറിയാം അവിടെ സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. സ്വർഗത്തിൽ നിന്ന് തീ അയച്ചു മത്സരികളെ എല്ലാം നശിപ്പിക്കുന്നു. അവസാനം സാത്താനെ തീപ്പൊയ്യിലേക്ക് വലിച്ചെറിയുന്നു. എന്നേക്കുമായി ദണ്ഡിപ്പിക്കുന്ന രംഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഇതൊന്നും കഴിഞ്ഞിട്ട് ഈ ലോകത്തിന്റെ അവസാന സമയത്ത് അന്തിമ സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ന്യായവിധി, വെള്ളസിംഹാസന ന്യായവിധി. ലോകത്ത് എന്നു മനുഷ്യോൽപത്തി ആരംഭിച്ചുവോ അന്നു മുതൽ ഇന്നു വരെയുമുള്ള സകല അവിശ്വാസികളെ ന്യായം വിധിക്കുന്ന വെള്ളസിംഹാസന ന്യായവിധി അവസാന സമയം നേരിടാൻ പോകുകയാണ്. അതിനുശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും നിത്യമായ ഒരവസ്ഥയെ ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. ഇന്ന് കാണുന്ന ഭൂമിയെ നീക്കിക്കൊണ്ട്, ഇന്ന് കാണുന്ന ആകാശത്തെ നീക്കിക്കൊണ്ട് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഇവിടെ സ്ഥാപിതമാകാൻ പോകുന്നത്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? വിശുദ്ധ കാര്യങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാത്ത. അതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം 1000 ആണ്ട് വർഷം 1000 വർഷം ഇവിടെ വാഴാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വചനം എന്താണ് പറയുന്നത്? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞേ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം വാഴും. എന്താണ് ഈ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് നമ്മൾ പഠിക്കണം. ദൈവമക്കളെ ശ്രദ്ധിക്കണം, അതൊരു നീണ്ട സബ്ജക്റ്റാണ്. പഴയ നിയമത്തിൽ ആരൊക്കെയാണ് ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി മാറിയത്? ക്രിസ്തുവിൽ ആരൊക്കെയാണ് ഈ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി മാറിയത്? അതുപോലെ 7 വർഷക്കാലം യേശു ക്രിസ്തുവിനാൽ തിരസ്കരിക്കപ്പെട്ടവർ, ഇവരൊക്കെ പുനരുത്ഥാനത്തിലേക്ക് വന്നുവോ? ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആഴമേറിയ നിലയിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കും. അപ്പോൾ തന്നെ പഴയ നിയമ വിശുദ്ധന്മാരിൽ കുറച്ചു പേര് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ പോയെന്നും ബാക്കി കുറച്ചു പേര് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ പോയി എന്നൊക്കെയുള്ള വിശദമായ പഠനം നമുക്ക് നൽകുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, 1000 ആണ്ട് വാഴ്ചയിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് അധികാരങ്ങൾ നൽകാൻ പോകുകയാണ്. വിശുദ്ധരായ ദാസന്മാർക്ക് നഗരങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 17-ാം വചനം വായിക്കുമ്പോൾ അറിയാം, നല്ലവനും വിശുദ്ധനുമായ ദാസനെ, നീ അല്പത്തിൽ വിശുദ്ധനായതുകൊണ്ട് ഇനി അധികത്തിൽ വിചാരകനാക്കും എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങളുടെ മേൽ അധികാരമുള്ളവനാക്കും. ഓക്കെ, അപ്പം ദൈവം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്, നാം വിശുദ്ധരായിരിക്കണം, നാം സത്യസന്ധതയുള്ളവരായിരിക്കണം, നാം നേരുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് അധികാരം തരാൻ പോകുന്നു, പട്ടണങ്ങളെ ഭരിക്കാൻ. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ ദൈവത്തിന് നന്ദി പറയാൻ കഴിയും? ഹല്ലേലൂയ. നമ്മൾ പട്ടണങ്ങളെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് രാജാതി രാജാവും അതുപോലെ തന്നെ ശ്രേഷ്ഠ പുരോഹിതനുമായ സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവിനോട് കൂടെ ഇവിടെ നമ്മൾ ഭരിക്കാൻ പോകുന്നു. 10 പട്ടണങ്ങളുടെ മേൽ അധികാരമുള്ളവനാക്കുമെന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ദൈവം ഭൂമിയിൽ നമ്മളെ അധികാരമുള്ളവരാക്കിയാണ് നിർത്താൻ പോകുന്നത്. വീണ്ടും പറയുന്നു, നമ്മൾ ലോകത്തെ ന്യായം വിധിക്കും. 1 കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ അറിയാം, 6-ാം അധ്യായം 2-ാം വചനം എന്താണ് പറയുന്നത്? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 6:3 പറയുന്നു, നാം ദൂതന്മാരെയും വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ എത്രയോ ശ്രേഷ്ഠമേറിയ പദവിയാണ് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇന്ന് ലോകം കറുത്തവനാണെന്ന് പറഞ്ഞ് പുച്ഛിക്കുമ്പോൾ, നിനക്ക് പണമില്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കുമ്പോൾ, നിനക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പുച്ഛിക്കുമ്പോൾ, ആ പുച്ഛിക്കുന്ന അനുഭവങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു കൊള്ളുക. ഈ പട്ടണങ്ങളെ ഇവിടെ ഈ ഭൂമിയിൽ പട്ടണങ്ങളെ ഭരിക്കാനുള്ള ഒരു അധികാരമാണ് ദൈവം നമുക്ക് നൽകാൻ പോകുന്നത് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ അപമാനിക്കുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
വചനം പറയുന്നതിന് ഇങ്ങനെയാണ്, ദൂതന്മാരെ പോലും വിധിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തരുന്നു എന്ന്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിൽ ന്യായാധിപന്മാരായി, ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിൽ ഭരണാധികാരികളായി തീരുവാൻ ദൈവത്തിന്റെ വിശുദ്ധ ഗണത്തെ ദൈവം വിളിച്ചു വേർതിരിക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെ, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം വചനം എന്താണ് പറയുന്നത്? പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അപ്പോൾ ആകാശത്തിന് കീഴിൽ എവിടെയൊക്കെ രാജ്യങ്ങളുണ്ടോ, എവിടെയൊക്കെ ദേശങ്ങളുണ്ടോ, അവിടെ എല്ലാ വിശുദ്ധന്മാർക്ക് രാജകീയമായ അനുഭവത്തോടുകൂടെ, ആധിപത്യത്തോടുകൂടെ, ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടെ ഈ ഭൂമിയിലായിരിക്കുമെന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ രാജ്യം ഭരിക്കുന്ന ഒരു രാജ്യമാണ്. യേശുവിനോട് ചേർന്ന് നിന്ന് മഹത്വീകരിക്കപ്പെട്ട സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ രാജ്യത്തിൽ ഭരിക്കപ്പെടുന്നവരെ മാറുകയാണ്. അവർ രാജകീയ പദവികളുള്ളവരെ മാറാൻ പോകുകയാണ്. അവർ ദൈവിക സാന്നിധ്യത്താൽ നേതൃത്വ നിലയിലേക്ക് മാറാൻ പോകുകയാണ്. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ എന്തൊക്കെയാണ് മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന് വിശുദ്ധന്മാർക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർ പ്രമുഖന്മാരായി അധികാരികളായി മാറുന്ന ഒരു കാലഘട്ടം വരുന്നു. അതുകൊണ്ട് യെശയ്യാ-പുസ്തകം വചനം പറയുന്നത് ഇങ്ങനെയാണ്, പ്രിയമുള്ളവരെ, 32-ാം അധ്യായം 1-ാം വചനത്തിൽ എന്തു പറയുന്നു? ഒരു രാജാവ് നീതിയോടെ വാഴും. വിശുദ്ധ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരു രാജാവ് എന്ത് ചെയ്യും? നീതിയോടെ വാഴും. പ്രഭുക്കന്മാർ നീതിയോടെ എന്ത് ചെയ്യും? അധികാരം നടത്തും. അതുകൊണ്ട് നമ്മളിലുള്ള പദവി ശ്രേഷ്ഠതയും തിരിച്ചറിയണം. ഹല്ലേലൂയ! എത്രയോ ദൈവത്തിന്റെ ജനം ഒറ്റയ്ക്ക് വിശ്വാസമാർഗം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നറിയാമോ? എത്രയോ ദൈവത്തിന്റെ ദാസന്മാർ ആര് കടന്നു എന്നിട്ടില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് കടന്നു പോകുന്നു. ഇന്ന് രാത്രി തിരിച്ചറിയണം, വെല്ലുവിളികൾ അനവധിയാണ്. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവർ അനവധിയാണ്. നാളെ വീട് കത്തിക്കുമെന്ന് പറയുന്നവർ അനവധിയാണ്. പുറം ലോകം കാണിക്കത്തില്ലെന്ന് പറയുന്നത് ശക്തികൾ അനവധിയാണ്. എങ്കിലും സകലവിധ പ്രതികൂലങ്ങളുടെ നടുവിലും സകലവിധ നിന്ദകളുടെയും നടുവിലും അഭിഷിക്തൻ ആത്മനിറവുള്ളവൻ സന്തോഷിക്കുന്നതിന്റെ പിന്നിലത്തെ ചരിത്രം എന്തെന്നറിയാമോ? എന്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും, ഈ ശരീരം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ! സ്വർഗീയ ശരീരം ധരിക്കുവാനിടയാകും. എന്നെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അധികാരികളാക്കി മാറ്റും, പ്രഭുക്കന്മാരാക്കി മാറ്റും. ഹല്ലേലൂയ! ശ്രേഷ്ഠമേറിയ അനുഭവമാണ് ദൈവപൈതലിനെ ഈ ലോകത്തിൽ പിടിച്ചു നിർത്തുവാനിടയാകുന്നത്. ഓക്കെ, വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ്. മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിനുള്ള ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അവർ വിവാഹം കഴിക്കുന്നില്ല, അവർ കുട്ടികളെ ഉണ്ടാക്കുന്നില്ല, അവർ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നില്ല, അവർ വീടുകളിൽ എന്ത് ചെയ്യുന്നില്ല, പണി ചെയ്യുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. നമുക്ക് അത് ശാന്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയട്ടെ. പിന്നെ ആരാണ് ഈ രാജ്യത്ത്, ഈ ലോക രാഷ്ട്രങ്ങളിൽ വീടുകൾ പണിയുന്നത്? ആരാണ് വയലുകളിൽ പണിയെടുക്കുന്നത് എന്നുള്ളതും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. യെശയ്യാ-പുസ്തകത്തിൽ 65-ാം അധ്യായത്തിൽ വർദ്ധിച്ചു കേൾക്കുക, 21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പദം ഇങ്ങനെയാണ്: അവർ വീടുകൾ പണിത് അവയിൽ പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയിലെ ഫലം അനുഭവിക്കും. അവ പണിയുക, മറ്റൊരുത്തൻ പാർക്കുകയില്ല. അവർ നടുക, പിന്നെന്തോട് പറയുന്നത്? മറ്റൊരുത്തൻ തിന്നുകയില്ല. അപ്പോൾ നിർത്തിച്ച് കേൾക്കണം, ഈ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെയുള്ള ആളുകൾ വെറുതെ അധ്വാനിക്കുകയല്ല, അവർ വെറുതെ മക്കളെ ഉണ്ടാക്കിയല്ല. അവർക്കറിയാം, ഞങ്ങൾ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ അധീനതയിലാണ്, ഞങ്ങൾക്കിവിടെ സമാധാനമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സന്താനങ്ങളെ ജന്മം നൽകും, ഞങ്ങൾക്കിവിടെ വീട് പണിയാൻ സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്കിവിടെ കൃഷിയിൽ സമാധാനത്തോടെ കൃഷി ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർ, കൃഷിയിൽ ഏർപ്പെടുന്നവർ, കുടുംബങ്ങളെ വളർത്താൻ തയ്യാറാകുന്നവർ, അതുകൊണ്ട് തിരിച്ചറിയണം, യേശുവിന്റെ ഭരണത്തിൻ കീഴിൽ അനുഗ്രഹീതവും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ 1000 ആണ്ടിലുള്ള ആളുകൾ ജീവിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾക്ക് തെറ്റുപറ്റരുത്. മഹത്വീകരിക്കപ്പെട്ട സ്വർഗീയ ശരീരത്തിന് വീട് വെക്കേണ്ട കാര്യമില്ല, അവർക്ക് തലമുറകളെ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അവർക്ക് അധ്വാനിക്കേണ്ട കാര്യമില്ല,
അവർക്ക് ഈ ലോകത്തിൽ ഹല്ലേലൂയ മനുഷ്യർ ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ സ്വർഗീയ ശരീരമുള്ളവർ കേവലം എന്ത് ചെയ്താൽ മതി? ഭരിച്ചാൽ മാത്രം മതി. ഓരോ രാഷ്ട്രങ്ങളുടെ നടുവിലും ഓരോ രാജ്യങ്ങളുടെയും ദേശങ്ങളുടെ നടുവിൽ അവർക്ക് ഭരിച്ചാൽ മതി. അവർ സ്വർഗീയ ശരീരമുള്ളവരാണ്. അവർക്ക് ഏത് നിമിഷവും പ്രത്യക്ഷപ്പെടാം. ഏത് നിമിഷവും ഏത് രാജ്യത്തും എല്ലായ്പ്പോഴും ഏത് സമയത്തും അവർക്ക് പ്രത്യക്ഷപ്പെടാം. ഞാൻ അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിപ്പാൻ ഇടയായി. ഹല്ലേലൂയ. ഇന്ന് പുതിയതായിട്ട് വന്നവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആമുഖമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്ത ശേഷം എന്ത് ചെയ്തു? ഹല്ലേലൂയ. യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരോട് കൂടെ സംഭാഷിച്ചു. അവരോടൊപ്പം നുറുക്കുകൾ കഴിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ശിഷ്യന്മാരുടെ ക്ലെയോപ്പ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് കണ്ണുകൾ തുറന്നു. അവർക്ക് മനസ്സിലായി അദൃശ്യനായി നമ്മളോട് കൂടെ ഇരുന്ന മനുഷ്യരൂപം വാസ്തവത്തിൽ യേശുവാണ് എന്നും അവൻ ജഡമെടുത്ത ഒരു യേശുവല്ല, സ്വർഗീയ ശരീരമെടുത്ത യേശുവാണെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും മറിയ ഉൾപ്പെടുന്ന അവർ ഒരുമിച്ച് ഭവനത്തിനകത്ത് ഭയത്തോടെ കഴിയുമ്പോൾ അവരുടെ ഇടയിൽ പ്രത്യക്ഷമായി. നോക്കണേ, അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന സ്വർഗീയ ശരീരം, അപ്രത്യക്ഷമാകുന്ന സ്വർഗീയ ശരീരം. യേശുവിന്റെ ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് നിന്ന് കൂട്ടുവാൻ വല്ലതുകൊണ്ടോ മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് അവരോടൊപ്പം മത്സ്യം പങ്കുവെച്ച അനുഭവം. അപ്പൊ സ്വർഗീയ ശരീരം എന്ന് പറയുന്നത് കഴിക്കാനും കുടിക്കാനും കഴിയും. പക്ഷെ അവർക്ക് ജീവിക്കാൻ വേണ്ടി കഴിക്കാൻ കുടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശാലമായ പഠനമാണ്. എങ്കിലും അത്യാവശ്യമായി നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ സമയം പോലെ നിങ്ങളോട് ഞാൻ വിവരിക്കുന്നതായിരിക്കും. എന്നാൽ ഇവിടെ ആരാണ് വീട് വെക്കുന്നത്? ആരാണ് സന്താനങ്ങളെ ജന്മം കൊടുക്കുന്നത്? ആരാണ് കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നത്? ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. എതിർ ക്രിസ്തുവിന്റെ കാലത്ത് 7 വർഷത്തെ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ കഷ്ടതയെ അതിജീവിച്ച് കടന്നു വന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു കൂട്ടം ജാതികളായ ആളുകൾ, അവർ 666 മുദ്ര ഏൽക്കാതെ, എതിർ ക്രിസ്തുവിന്റെ വാക്ക് കേൾക്കാതെ രക്ഷപ്പെട്ടവർ ഒരു കൂട്ടർ രക്തസാക്ഷികളായി മാറുമ്പോൾ വേറൊരു കൂട്ടർ 7 വർഷക്കാലം ജയിലറകളിലും ഗുഹകളിലും മറ്റു പല സ്ഥലങ്ങളിലും അവർ കഷ്ടത അനുഭവിച്ചു, വേദന അനുഭവിച്ചു, ആർക്കും പിടികൊടുക്കാതെ ദൈവത്തെ മാത്രം ബഹുമാനിച്ച് ആരാധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞുകൂടിയ ജാതികളായ ആളുകൾ ഹർമഗദോൻ യുദ്ധത്തിന് ശേഷം അവർ ശേഷിച്ചിരിപ്പുണ്ട്. അതിൽ ദശലക്ഷങ്ങൾ ആളുകൾ ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവർ മരിച്ചിട്ടില്ല, അവർ ജീവനോടെ ഇരിക്കുന്നു. അവർ ജീവനോടെ ഇരിക്കുന്ന നമ്മളെ പോലുള്ള സ്വാഭാവിക ശരീരമുള്ളവരാണ്. അവർ ദശലക്ഷങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അതുകൊണ്ട് അവര് ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് അവർക്കും സ്വാഗതം നൽകുകയാണ്. അപ്പൊ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന സ്വാഭാവിക ശരീരമുള്ളവർ ദൈവത്തിന്റെ സമാധാനത്തിലും ദൈവത്തിന്റെ നീതിയിലും ദൈവത്തിന്റെ സന്തുഷ്ടമായ ഭരണത്തിന്റെ കീഴിലാണ് അവർ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കുക. പക്ഷെ അവരുടെ സ്വാഭാവിക ശരീരത്തിൽ പിശാചിന്റെ ആത്മാവില്ല. എന്തുകൊണ്ട് പിശാചിന്റെ ആത്മാവില്ല? ഞാനിവിടെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു. 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് ഭൂമിയെ ഭരിച്ചുകൊണ്ടിരുന്ന പിശാചിനെ എന്ത് ചെയ്തു? സ്വർഗത്തിലെ ദൈവ 1000 ആണ്ടത്തേക്ക് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ബന്ധിച്ചു എന്ന് ഇവിടെ ഞാൻ വ്യക്തമാക്കി പറയാൻ ഇടയായി. ഭൂമിയിലുള്ള സ്വാഭാവികമായ ആളുകൾക്ക് എന്താ ലഭിക്കാൻ കഴിയുന്നുണ്ട്? അവർക്ക് ദീർഘായുസ്സ് ആസ്വദിക്കാൻ കഴിയുന്നു. അവർ സമാധാനത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്നു. അവരത്ര ചെമ്മരിയാടുകൾ എന്ന് നമ്മൾ പഠിക്കാനിടയായി. എന്നാൽ കോലാടുകൾ ആരാണ്? എതിർ ക്രിസ്തുവിന്റെ അനുഭാവികൾ, മുദ്രയേൽക്കപ്പെട്ടവർ. അവർക്കുള്ള ന്യായവിധി യേശു ക്രിസ്തുവും തന്റെ സ്വർഗീയ ശരീരം ഏറ്റെടുത്ത വിശുദ്ധന്മാരുമായി വരുമ്പോൾ ലഭിക്കുന്നു എന്ന് ഇവിടെ നമ്മൾ വ്യക്തമാക്കുവാൻ കഴിയും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നമ്മൾ മനസ്സിലാക്കണം, സർവശക്തനായ ദൈവം നമുക്ക് മധ്യേ ഇന്നു സ്നേഹത്തോടെ ദൈവയോടെ കരുണയോടെ നമ്മളോട് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെടുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഒരു വലിയ ന്യായവിധി നമ്മുടെ മുമ്പിലുണ്ട്. ആ ന്യായവിധിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലാവരും ദൈവത്തെ സേവിപ്പാനിടയാകണം. എല്ലാവരും ദൈവത്തെ പൂർണ്ണമായി അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും ആരാധിക്കുവാനും തയ്യാറാകണം.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ജീവിതത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, എല്ലാവരും മാനസാന്തരപ്പെടുവീനെന്ന് യേശു കർത്താവ് ആവർത്തിച്ചു പറയുന്നതിന്റെ കാര്യം അതാണ്. യേശു കർത്താവിന് ഈ ഭൂമിയിൽ വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എങ്കിലും സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് വന്നു. നമ്മളിൽ പോലെ ഒരു മനുഷ്യനായി രൂപമെടുത്തു, ജഡത്തിൽ, ശരീരത്തിൽ നന്നായി നമ്മോടൊപ്പം ജീവിപ്പാനിടയായി എന്നാണ് തിരുവെടുത്ത് പറയാനിടയായി. അപ്പൊ നമ്മൾ പാർക്കുന്ന ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ജീവിച്ചുവെങ്കിൽ ആ നാഥന്റെ ശബ്ദമാണ് ഇന്നും കർണപുടങ്ങളിൽ പതിയുന്നത്: മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. അതുകൊണ്ട് ചെമ്മരിയാടികളെ കോലാടികളെ വേർതിരിക്കുന്ന കാലഘട്ടം കഴിയുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: വലത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് 7 വർഷക്കാലം കർത്തതയിലൂടെ അതിജീവിച്ച ദശലക്ഷം ആളുകളെ കൂടെ ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പാനിടയായി. എത്ര മഹത്വമേറിയ ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. ഇതിന്റെ 1000 ആണ്ട് വാഴ്ചയിലെ ജീവിത രീതികളൊന്ന് ഗ്രഹിക്കണം. ഭൂമിക്ക് വന്ന മാറ്റം ഒന്ന് ഗ്രഹിക്കണം. ഇന്ന് രാത്രി വളരെ സന്തോഷത്തോടു കൂടെ നമ്മൾ ആയിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. നിങ്ങൾ തിരിച്ചറിയണം, സക്കറിയ പുസ്തകം 14-ാം അധ്യായത്തിൽ 16-ാം വചനം പഠിക്കണം. അവിടെ യെരൂശലേമിൽ കർത്താവിനെ ആരാധിക്കുവാൻ ലോകത്തിലുള്ള സകല ജാതികളും കടന്നു വരാൻ പോകുകയാണ്. എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ശ്രദ്ധിച്ച് കേട്ടാട്ടെ. യെരൂശലേമിൽ കർത്താവിനെ ആരാധിക്കുവാൻ ലോകത്തിലെ സകല രാജ്യങ്ങളും കടന്നു വരാൻ പോകുന്നു. 14-16 സകല ജാതികളും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിപ്പാനും വർഷം തോറും കടന്നു വരും. നോക്കണേ, ഇവർക്ക് എല്ലാ ദിവസവും കടന്നു വരാൻ പറ്റത്തില്ല യെരൂശലേമിൽ. അതുകൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം, സഹസ്രാബ്ദം വായിച്ച കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറയുന്നത്, വർഷത്തിൽ ഒരു പ്രാവശ്യം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, കിഴക്കൻ രാജ്യങ്ങൾ, ഹല്ലേലൂയ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ, അറബി രാജ്യങ്ങൾ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ, മധ്യേഷ്യയിൽ നിന്നൊക്കെ ആളുകൾ എവിടെ വരുമെന്നാ പറയുന്നത്? ഈ യെരൂശലേമിൽ വരും. വർഷത്തിൽ ഒരു പ്രാവശ്യം യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ, കൂടാര പെരുന്നാൾ ആചരിക്കാൻ, അങ്ങനെയല്ലേ വായിക്കുന്നത്? വർഷം തോറും വരും. ഓക്കെ, അപ്പൊ രാഷ്ട്രങ്ങൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? അവർ പ്രതിനിധികളെയാണ് ജെറുസലേമിലേക്ക് അയക്കാനിടയാകുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ആരാധന ആഗോളതലത്തിൽ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാശയക്കുഴപ്പങ്ങൾ ഉണ്ടാകത്തില്ല, മതപരമായ ഒരാശയക്കുഴപ്പങ്ങൾ ഉണ്ടാകത്തില്ല. വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അവിടെ ഇല്ല. എല്ലാവരും ആരാധിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ്. അവർ ശ്രദ്ധിച്ചു കേൾക്കുക, അവർ വളരെ സമാധാനത്തിലും സമൃദ്ധിയിലുമാണ് അവർ ജീവിക്കാൻ പോകുന്നത്. യെശയ്യാ പുസ്തകം 2:4 നമ്മൾ പഠിക്കണം. ജാതി ജാതിക്ക് നേരെ വാളോങ്ങത്തില്ല. അവിടെ ഒരിക്കലും ഒരു യുദ്ധം അഭ്യസിക്കുന്ന ഒരു രംഗമുണ്ടാകത്തില്ല. വചനം പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലെ ദൈവം അവിടെ അനുഗ്രഹിക്കുന്ന സമയമാണ്. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും, ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായി, കുന്തങ്ങളെ വാക്കത്തികളായി അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം എന്ത് ചെയ്യത്തില്ല, അഭ്യസിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇനി യുദ്ധമോ സൈനിക പരിശീലനമോ ഒന്നും ഉണ്ടാകത്തില്ലെന്ന്. ആയുധങ്ങളെല്ലാം കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റുമെന്നാണ് യെശയ്യാ പുസ്തകം 2:4 മീഖ 4:3 പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? ആളുകൾ ഭയമില്ലാതെ ജീവിക്കും. യെശയ്യാ 32:18 പറയുന്നു, അന്ന് മരുഭൂമിയിൽ ഉദ്യാനം കൊണ്ട് നിറയും. ഉദ്യാനത്തിൽ എന്താ സംഭവിക്കുന്നത്? നീതി പാർക്കുന്നു. നീതിയുടെ പ്രവൃത്തി, സമാധാനം, നീതിയുടെ ഫലം, ശാശ്വത വിശ്രാമം, നിർഭയം. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സൈരമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും വസിക്കുമെന്നല്ലയോ വചനം പറയുന്നത്? ഹല്ലേലൂയ. വെളിപ്പാട് 19:15 എന്താണ് പറയുന്നത്?
അവൻ അവരെ ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാതി രാജാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. രാജാതി രാജാവും പ്രഭുവായവനും ന്യായാധിപനുമായ കർത്താവിന്റെ കീഴിലാണ് 1000 ആണ്ട് വർഷം ആളുകൾ കഴിയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു വിധത്തിലുള്ള ജഡസ്വഭാവങ്ങൾ വെളിപ്പെടാൻ കഴിയില്ല. ജഡസ്വഭാവത്തിന്റെ കാരണഭൂതനായ പിശാചിനെ 1000 ആണ്ടിലേക്ക് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ആമേ സമാധാനത്തിന്റെയും ഭയമില്ലാത്ത സന്തോഷത്തിന്റെ സമ്പൽ സമൃദ്ധമായ ശാന്തിയുടെ മഹത്വമായ ഒരു അനുഭവമാണ് ഈ 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചു പഠിക്കൂ. വെളിപ്പാട് പുസ്തകം 19:15 എന്താണ് പറയുന്നത്? സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി യേശു കർത്താവിനെ അനുഗമിക്കുന്നു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അല്ലേ അവൻ മെതിക്കുന്നു എന്നല്ല പറയുന്നത്. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും അവൻ എഴുതിയിരിക്കുന്നല്ലേ പറയുന്നത്. എന്താണ് ഇതിൽ നിന്നൊക്കെ അർത്ഥമാക്കുന്നത്? നമ്മുടെ കരുമനാഥന യേശു കർത്താവ് പൂർണ്ണ നീതിയോടെ ഇവിടെ വാഴും. അന്നിവിടെ അഴിമതിയില്ല, കുറ്റകൃത്യം എന്ന് പറയുന്ന സമ്പ്രദായമില്ല, അടിച്ചമർത്തലില്ല. ദൈവത്തിന്റെ ഭരണമാണ്, രാജാതി രാജാവിന്റെ ഭരണമാണ്. ഹല്ലേലൂയ. വിശുദ്ധകാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചറിയണം, സിയോനിൽ നിന്ന് ഉപദേശം ഉണ്ടാകുന്നു. യെശയ്യാ 2:3 എന്താ പറയുന്നത്? സിയോനിൽ നിന്ന് ഉപദേശം, യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടുമെന്നല്ലേ യെശയ്യാ 2:3 പറയുന്നത്. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് അനേക വംശങ്ങൾ വന്നു ചേരും യഹോവയുടെ പർവ്വതത്തിൽ, നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ. എന്താണ് അവിടെ ചെയ്തു തരാൻ പോകുന്ന കാര്യം? ദൈവത്തിന്റെ വഴികളെ കുറിച്ച് ഉപദേശിച്ചു തരും. ദൈവത്തിന്റെ പാതകളിൽ നടക്കാനുള്ള ദൈവിക ഉപദേശം നമുക്ക് നൽകും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടുമെന്ന് ഈ തിരുവെടുത്ത് നമ്മളോട് വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് അങ്ങ് നിറയാൻ പോകുകയാണ്. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ, ചേർത്ത് പറഞ്ഞാൽ എന്നോടൊപ്പം, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വം കൊണ്ട്, യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് മുഴുവനും നിറയും. എങ്ങും നോക്കിയാൽ ഒരു ദോഷമോ നാശമോ കാണാൻ കഴിയുകയില്ല. എല്ലായിടത്തും രോഗശാന്തിയാണ്, എല്ലായിടത്തും സന്തോഷമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പുസ്തകം 35-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെ വചനം പറയുന്നു: മരുഭൂമി ആനന്ദിക്കുന്നു, വരണ്ട സ്ഥലം ആനന്ദിക്കുന്നെന്ന്, നിർജ്ജന പ്രദേശം ഉല്ലസിക്കുന്നെന്ന്, പനിനീർ പുഷ്പം പോലെ പൂക്കുന്നു എന്ന്. ഹല്ലേലൂയ. അത് മനോഹരമായി പൂത്ത ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ വളരെയധികം സന്തുഷ്ടമായ ഒരു അനുഭവം. ലബാനോന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നു, കർമ്മേലിന്റെയും ഷാരോന്റെയും മഹത്വത്തെ കുറിച്ച് പറയുന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ തേജസ്സാണ് നിറയുന്നത്. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: താഴ്ന്ന കൈകളെ ബലപ്പെടുത്തുവീ, ഉഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവ പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവീ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കത്തില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കുമെന്നൊക്കെയല്ലേ പറയുന്നത്. ഈ മഹത്വമായ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ എത്ര പേർ തയ്യാറാണ്? ദൈവമക്കൾ ചീത്ത വിളിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ദർശനം കണ്ടത് കൊണ്ടാണ്. ഈ ദർശനമില്ലാത്ത ദൈവമക്കളും ദൈവദാസന്മാരൊക്കെ ചീത്ത വിളിക്കും. അവര് സഭയിൽ അടിയൊക്കെ ഉണ്ടാക്കും, അവര് വലിയ പ്രശ്നക്കാരായി മാറും. എന്നാൽ ഈ ദർശനം കണ്ട ഒരു ദൈവ പൈതൽ, ഈ 1000 ആണ്ട് വാഴ്ച കാണുന്ന ഒരു ദൈവ പൈതൽ നാവിനെ കടിഞ്ഞാണിടും. അതൊക്കെ ഞാൻ നിങ്ങളെ പിന്നീട് പഠിപ്പിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കുമെന്ന്. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് എന്താണ് ഉണ്ടാകുന്നത് പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. തോടുകളും പൊട്ടിയൊക്കെ പുറപ്പെടും. കുറുക്കന്മാരുടെ ഒക്കെ പാർപ്പിടത്ത്, അവർ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങനെയൊക്കെ വളരുമെന്ന്. ഹല്ലേലൂയ. അവിടെ വഴിപോക്കാർ ഭോഷന്മാർ ഒന്നും എന്തില്ല, അവിടെയില്ല. അവർക്കൊന്നും വഴിയും തെറ്റത്തുമില്ല.
ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഷ്ട മൃഗവും അവിടെ കയറി വരികയില്ലെന്ന്. ഹല്ലേലൂയ. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവരെ ഇന്ന് രാത്രി ദൈവത്തിന് സന്നിധിയിൽ സന്തോഷിപ്പി, ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. സൃഷ്ടിയുടെ രൂപാന്തരത്തെ കുറിച്ചൊന്ന് പഠിക്കണം. അത് ദൈവത്തിന്റെ വചനം നമ്മൾ ആഴമേറി പഠിക്കണം. എന്റെ സമയം തീരാറായി. ഞാൻ എന്റെ വാക്കിൽ ഇവിടെ സംഗ്രഹിക്കാൻ പോവുകയാണ്. ഈ രാത്രി പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ നിത്യതയ്ക്കായി എന്നെ ഒരുക്കിക്കൊള്ളണമേ, എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ, എന്നിലുള്ള അഹങ്കാരത്തെ എടുത്തു മാറ്റണമേ, എന്നിലുള്ള ദുഷ്ട സ്വഭാവം എടുത്തു മാറ്റണമേ, ഞാനൊരു നല്ല പൈതലായി തീരാൻ എന്നെ സഹായിക്കണം. എത്ര നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഞാൻ വഴക്കുണ്ടാക്കാൻ പോകത്തില്ല. എന്നെ കൊന്നാലും ഞാൻ ദോഷം പ്രവർത്തിക്കാൻ പോകത്തില്ല. എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. എന്റെ ദേശത്തിന് വേണ്ടി ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. ഇന്നും ദൈവദാസന്മാര് രാജ്യത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി ഉപസിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് പട്ടിണി കിടക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് ആവശ്യത്തിന് സമ്പത്തുള്ളവരുണ്ട്. ഹല്ലേലൂയ. എങ്കിലും സമ്പന്നന്മാർ ഉപസിക്കുന്നു, യുവാക്കന്മാർ യുവതികൾ ദൈവസന്നിധിയിൽ ഉപസിക്കുന്നുണ്ട്. എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. ഒരു കൂട്ടം വിശുദ്ധന്മാരായ യുവാക്കന്മാർ യുവതികൾ ഇന്ന് കർത്താവിന് വേണ്ടി വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആരോഗ്യമുള്ളവർ, സമ്പത്തുള്ളവർ ഉപസിച്ചും പ്രാർത്ഥിച്ചും രാത്രിയുടെ യാമങ്ങളിൽ ഓലോല കണ്ണുനീരൊഴുക്കുന്നുണ്ട്. കാരണം എന്തെന്നറിയാമോ? അവർക്കറിയാം യേശു ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ വാഴും. കാരണം ഞങ്ങളുടെ യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകുമെന്ന്, പട്ടിണി ഉണ്ടാകുമെന്ന്, രോഗമുണ്ടാകുമെന്ന്. എന്നാൽ അവസാനത്തോളം എന്നോട് ചേർന്ന് നിന്ന് പിടിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുണ്ട്. ഞങ്ങൾ ജീവിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തോടാ. അങ്ങ് സ്വർഗത്തിൽ മാത്രമല്ല ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ ഈ ഭൂമിയിലും ജീവിക്കും. ഗാഡ് ബ്ലസ് യു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.